ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിറ്റ്ലർ, ഭാഗം 8. രചന ഫൗസിയ നൗഷാദ്. ഹൃതി, നീ എന്നാടാ വരാ? വിവാഹത്തിന് വസ്ത്രങ്ങളും ആഭരണങ്ങളും നീ വന്നിട്ട് എടുക്കാൻ പോകൂ. അനിക കോളിലൂടെ ഹൃത്തിക്കിനോട് ചോദിച്ചു. അനു, പെട്ടെന്ന് വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓടി വരാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്. എന്തായാലും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഈ വീക്കെൻഡിൽ തന്നെ എനിക്ക് ലീവ് കിട്ടും മിക്കവാറും, അവൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് നിന്നെ വിട്ട് ഞാൻ നിൽക്കില്ല കേട്ടോ. നിൽക്കണ്ടടി, ഞാൻ നിന്നെ എൻ്റെ കൂടെ ഇങ്ങ് കൊണ്ടുപോരില്ലേ? പിന്നെ നിനക്കിവിടെ വർക്ക് ചെയ്യാമല്ലോ, പോരെ? മതിയിടാ, ലവ് യു ടു അനു. അപ്പോൾ ശരി, ബാക്കി നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറഞ്ഞു തീർക്കാം കേട്ടോ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടേടി, ശരി. അവൻ കോള് കട്ടാക്കി. വാതിൽ വലിച്ചു തുറന്ന് ദിവ്യ മുറിയിലേക്ക് വന്നു. ആരാടി, നിന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡാണോ? ദിവ്യ കളിയോടെ ചോദിച്ചു. ആടി, ഹൃത്തിയായിരുന്നു. ഉടനെ വല്ലതും അവൻ വരുന്നുണ്ടോ? അല്ല, അവൻ എന്നെ വിളിക്കുന്നതിനും കൂടുതൽ നിന്നെയാ വിളിക്കുക, അതുകൊണ്ട് ചോദിച്ചതാ. ഈ ആഴ്ച മിക്കവാറും വരും. ലീവ് കിട്ടാൻ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ആഹാ, കോളടിച്ചല്ലോ മോളെ. അതെ, ഇപ്പോൾ എൻ്റെ കാര്യമാണ് ശരിക്കും കഷ്ടം, ദിവ്യ പറഞ്ഞു. എന്താടി ദിവ്യ? ആ വേദിക എങ്ങാനും ഈ കല്യാണത്തിന് സമ്മതിച്ചാ എൻ്റെ കാര്യം തീർന്നു. സിദ്ധു അവളെ തന്നെ കെട്ടിയില്ലേ? അത് നീ പേടിക്കണ്ട. അമ്മയും മാമിയും കൂടി അവൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അവളുടെ സ്ഥാനം നല്ലപോലെ അറിയാം. സമ്മതിക്കാൻ പോകുന്നില്ല. അഥവാ സമ്മതിച്ചാൽ തന്നെ അവളെ നമ്മൾ ശരിയാക്കും, അത്രേ ഉള്ളൂ, അനിക കൂളായി പറഞ്ഞു. സമ്മതിക്കില്ലായിരിക്കും അല്ലേ? അതേടി, നീ ധൈര്യമായിരിക്കേ, സിദ്ധു നിന്റേത് തന്നെയാ. അനിക പറഞ്ഞത് കേട്ട് അവൾക്ക് സന്തോഷമായി. ഇതെന്താ ഇത്? ഈ പാക്കറ്റ്സ് ഒക്കെ ഡേറ്റ് കഴിഞ്ഞതാണല്ലോ. ഇതാണ് അവിടെ ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? കുറെ പഴകിയ പാക്കറ്റുകൾ താഴേക്ക് വലിച്ചെറിഞ്ഞ് സിദ്ധാർത്ഥ് കട ഉടമസ്ഥനോട് ചോദിച്ചു. അയ്യോ, ഡേറ്റ് കഴിഞ്ഞോ? ഞങ്ങൾ ശ്രദ്ധിച്ചില്ല സാറേ. വിളച്ചിലെടുക്കല്ലേ? നിന്നെപ്പോലെ കുറേ എണ്ണത്തിന് ഡെയിലി ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഡേറ്റ് നോക്കണമെന്ന് അറിയില്ലേ? കണ്ണുപൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഇനി ആവർത്തിക്കില്ല സാറേ, ക്ഷമിക്കണം. നോ, ഇറങ്ങിക്കോ. ഈ ഹോട്ടൽ ഇനി പ്രവർത്തിക്കില്ല. അങ്ങനെ പറയല്ലേ സാറേ, എൻ്റെ കുടുംബം പട്ടിണിയാകും. നീ എത്ര കുടുംബങ്ങളാണെന്നോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ആ നിന്നോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. ഇനി ഈ ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കില്ല. സിദ്ധാർത്ഥിന് ഒരു വാക്കേ ഉള്ളൂ. അവർ അപേക്ഷിച്ചിട്ടും സിദ്ധാർത്ഥ് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല. അവൻ്റെ ജോലിയുടെ കാര്യത്തിൽ അവൻ 100% കൃത്യത പാലിക്കും. ആ ഹോട്ടൽ പൂട്ടിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ധാർത്ഥ് മേനോൻ ഹോട്ടലുകാരുടെ പേടി സ്വപ്നമാണ്. വേദിക, ആ പെണ്ണിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കും, ഉറപ്പാണ്. ഞാനൊന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ശരിക്കും അവൾക്ക് എന്ത് യോഗ്യതയില്ലാത്തത്? വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ അവളെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. അവളുടെ സുരക്ഷ കൂടി ഓർത്തിട്ടാണ്. അവൾക്ക് ശരിയായി താമസിക്കാൻ ഒരിടം വേണം. പുറത്ത് ജോലിക്കാക്കിയാൽ എങ്ങനെ ശരിയാവും? ഇതാവുമ്പോൾ എൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടല്ലോ. അവളെ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഈ വേലക്കാരി പൊസിഷനൊക്കെ എടുത്തു കളഞ്ഞ് അവൾ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ കഴിയും. സിദ്ധാർത്ഥ് മനസ്സിലോർത്തു. സിദ്ധുവേട്ട, ആ കട പൂട്ടിയോ നമ്മുടെ ടൗണിലെ? അയാൾ ഇന്ന് എന്നെ കണ്ടപ്പോൾ പരാതി പറഞ്ഞു. ഞാനും ഫ്രണ്ട്സും ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമായിരുന്നു. ആയിഷ ചോദിച്ചു. ആ, പൂട്ടിച്ചു. ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ പരിചയക്കാരല്ല, രക്തബന്ധമാണെങ്കിൽ പോലും ആഹാരത്തിൽ ഇമാതിരി പരിപാടി കാണിച്ചാൽ ഇത് തന്നെയാവും അവസ്ഥ. നോ കോംപ്രമൈസ്. എന്നാലും സിദ്ധുവിന് എത്ര പേരുടെ പ്രാക്കാവും? ദീപക് ചോദിച്ചു. സാരമില്ല, ഞാനതങ്ങ് സഹിച്ചു. ഇതൊക്കെ ശ്രദ്ധിക്കാനിട്ടാണ് മോനെ ഇന്ന് ഈ സമൂഹത്തിൽ എത്ര ക്യാൻസർ രോഗികളും മറ്റനേകം രോഗികളും. കുറേയൊക്കെ ആഹാരവും കൺട്രോൾ ചെയ്യണം. അല്ല അച്ചു, നീ എന്തിനാ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നേ? അപ്പോൾ നീയും ആ ഹോട്ടലിൽ പോയി ആ പഴകിയ സാധനങ്ങളൊക്കെ വലിച്ചു വാരി തിന്നുവല്ലേ? അതേട്ടാ, എപ്പോഴും ഇല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലപ്പോഴും ഞാനിങ്ങനെ. ദേ, എല്ലാവരോടും ഞാൻ പറഞ്ഞതാ, നിങ്ങൾക്ക് എന്ത് ആഹാരം വെറൈറ്റി ആയി കഴിക്കണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. എന്തിനാ വെറുതെ പുറത്തുനിന്ന് ആഹാരം വാങ്ങി കഴിച്ച് അസുഖം വരുത്തുന്നത്? അതിനേട്ടൻ വീട്ടിലുണ്ടായിട്ട് വേണ്ടേ? കല്യാണി ചോദിച്ചു. ഇപ്പോൾ ഉണ്ടാക്കി തരാടി. വേണ്ടതൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഒരു ദിവസം ഞാൻ എല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്. ഉണ്ടാക്കി വെക്കാം സിദ്ധു, വിവാഹം കഴിഞ്ഞിട്ട് പോരെ? ദിവ്യ അനിക്ക് അവിടേക്ക് വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബിസിയാവും, വേദികയെ നോക്കണ്ടേ? അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. ഒരു വേദിക, അവൾ എന്നാ വന്നത്? ഞാനാ സിദ്ധുവിൻ്റെ പെണ്ണ്, അത് സിദ്ധുവിന് ഓർമ്മ വേണം. അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ ദിവി? എന്തിനാ സിദ്ധു നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ആക്കുന്നത്? എനിക്ക് എന്താ ഒരു കുറവ്? അതവൾ വീണ്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചപ്പോൾ സിദ്ധുവിന് ശരിക്കും ദേഷ്യം വന്നു. എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, അത് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. ദിവ്യേച്ചി, ഏട്ടൻ്റെ സങ്കല്പം ചേച്ചിക്ക് അറിയാമല്ലോ, അത് വേദികയ്ക്കുണ്ട്, അതുകൊണ്ടാ, ആയുഷ് പറഞ്ഞു. എനിക്കറിയില്ല, നിനക്കറിയാമെങ്കിൽ നീ പറയടാ. പറയാം. ഏട്ടന് നാടൻ കുട്ടികളെ ഇഷ്ടം, ഒരുപാട് മോഡേൺ ഒന്നും ഇഷ്ടമല്ല ഏട്ടന്. പിന്നെ ആൺകുട്ടികളുമായി അധികം മിങ്കിളാവുന്നതും ഇഷ്ടമല്ല. ഓ, അതൊന്നും ഇപ്പോൾ നടക്കുന്നതല്ല അച്ചു. ഞാൻ ഓൾറെഡി ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അവളും അതിൽ ഉറച്ചു നിന്നു.
വേദു, എന്താ ഇവിടുത്തെ ബഹളങ്ങൾ? ഒന്നും അറിയാൻ വയ്യ. വധു ആരെന്ന് ഉറപ്പിച്ചോ? മുത്തശ്ശി ചോദിച്ചു. ആ, ഉറപ്പിക്കും. ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി എൻ്റെ അടിയന്തരം ഉറപ്പിക്കും മുത്തശ്ശി. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ഇവിടുത്തെ കൊച്ചമ്മമാരൊക്കെ എന്നെ കൊല്ലാൻ തയ്യാറായി നിൽക്കുകയാണ്. എങ്ങാനും സിദ്ധു സാറുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചാൽ ഈ വീട്ടിൽ എനിക്ക് പിന്നെ സ്ഥാനം ഉണ്ടാവില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നീ കേൾക്കണ്ട, അവരങ്ങനെയൊക്കെ പറയും. അവളുടെ സംസാരം കേട്ടുകൊണ്ട് വന്ന സിദ്ധു പറഞ്ഞു. സിദ്ധു സാറിന് അങ്ങനെയൊക്കെ പറയാം. എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. ആരെയും വെറുപ്പിക്കാതെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിക്കോളാം ഞാൻ. എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. എന്താ വേദുമോളെ നീ പറയുന്നത്? നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പുറത്തൊരു ജോലി ശരിയാക്കും. സിദ്ധു നീ അവൾക്കൊരു ജോലി ശരിയായി കൊടുക്കടാ. അവള് പഠിപ്പുള്ള കുട്ടിയല്ലേ. വേണ്ട മുത്തശ്ശി, എനിക്ക് ഇവിടെ ആരെയും അറിയില്ല. ഈ സ്ഥലം പോലും എനിക്കറിയില്ല. ഇവിടെ നിന്ന് പോയാൽ പുറം ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കുമെന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ നിന്നോളാം. ആരുടെയും കൺവെട്ടത് പോലും ഞാൻ വരില്ല. ഡി കൂടുതൽ സെന്റ് അടിക്കണ്ട. ഇവിടെ അടങ്ങി ഒതുങ്ങി അങ്ങ് നിന്നാ മതി. ഇവിടെയുള്ളവർ ആരുടെ മേലെ കയറും എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാ. നീ അതൊന്നും കാര്യമാക്കണ്ട. ഞാനുള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ആ ഉറപ്പ് ഞാൻ തരാം. പോരെ? അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഉറ്റുനോക്കി. അവൻ പുരികമുയർത്തി അവളെ നോക്കി. എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നത്? കണ്ടില്ലേ മുത്തശ്ശി, 2 ഉണ്ടക്കണ്ണുണ്ട്. അത് കൺമഷി വാരി എഴുതി പുറത്തേക്ക് തള്ളിയാ നടക്കുന്നത്, മനുഷ്യരെ പേടിപ്പിക്കാൻ. ഓ, ഹില്ലറും പേടിക്കോ? അവൾ മെല്ലെ പറഞ്ഞു. എന്താടി പിറുവിറുക്കുന്നത്? വേദുമോളെ, വേണ്ട, എൻ്റെ കുട്ടീനെ പറയണ്ട, തല്ല് വാങ്ങുന്നീ. ഓ, മുത്തശ്ശിക്കല്ലെങ്കിലും പേരക്കുട്ടിയോട് തന്നെ കാര്യം. അല്ലേ, വന്നപ്പോൾ നാവില്ലാതെ വന്നവളാ. ഇപ്പോൾ നാവിൻ്റെ നീളം നോക്കിക്കോണം. കണ്ടില്ലേ മുത്തശ്ശി? സിദ്ധു അതിശയത്തോടെ പറഞ്ഞു. നാവില്ലാതെ ഞാൻ പിന്നെ മനുഷ്യനാവോ? ആവശ്യമുള്ളപ്പോഴേ ഞാൻ പുറത്തെടുക്കൂ. ഇതിലും നല്ലത് നീ പുറത്തെടുക്കാത്തതാടി. ഓ, അവൾ ചിരികോട്ടി. അവനവളുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വന്നതിന് ശേഷം 3 ധാവണി തന്നെയാണ് അവൾ കഴുകി മാറി ഉപയോഗിക്കുന്നത്. അതും നിറം മങ്ങി പഴകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അവളോട് ചോദിച്ചു. നീ ധാവണി മാത്രമേ ധരിക്കുള്ളൂ? എനിക്കതാ ഇഷ്ടം. എന്തേ ചോദിച്ചത്? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. ഇങ്ങനെ എപ്പോൾ നോക്കിയാലും കടിച്ചു കയറാൻ നിൽക്കുകയാണല്ലോ കൃഷ്ണ. അല്ല, ഈ ഹിറ്റ്ലറിന് നേരെ ചൊവ്വേ മിണ്ടാനും അറിയില്ലേ? വേദികയെ ശരിക്കറിയില്ല. ഞാൻ സംസാരിച്ചു തുടങ്ങിയാലേ നിങ്ങൾ മാറി നിൽക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. അവൻ മുറിയിലേക്ക് പോകുന്നത് നോക്കി അല്പസമയം നിന്ന ശേഷം അവളും തൻ്റെ മുറിയിലേക്ക് പോയി. രാവിലെ തന്നെ പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് വേദിക അടുക്കളയിൽ നിന്ന് പുറത്തു വരാതെ അവിടെ നിന്ന് തന്നെ പുറത്തേക്ക് വീക്ഷിച്ചു. അവിടെ നിന്ന് പുറത്ത് നടക്കുന്നത് കാണാം. കാറിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് ധരിച്ച ഒരാൾ പുറത്തിറങ്ങി. ആദ്യം അവൾക്ക് മുഖം വ്യക്തമായില്ല. അവൾ ഒന്നുകൂടി അടുക്കള വാതിലിനോട് ചേർന്ന് നിന്ന് നോക്കി. മറ്റാരും അവിടെയില്ല. പെട്ടെന്ന് അവനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ആദ്യം മനിക പുറത്തേക്ക് ഇറങ്ങുന്നതും അവൻ അവളെ ഇറുക്കി പുണർന്ന് അതരങ്ങളിൽ ചുംബിക്കുന്നതും അവൾ കണ്ടു. അവളെ ചേർത്ത് പിടിച്ചവൻ അകത്തേക്ക് കയറിയതും വേദിക തരിച്ചു നിന്നുപോയി. അവൾ ആളെ ഉറപ്പാക്കാൻ ഒരിക്കൽ കൂടി നോക്കി. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.